എമ്പുരാൻ സിനിമയുടെ പേരിന്റെ താഴെ ഒരു ഡയലോഗും കൂടെ എഴുതണം, ദ സ്ലോ മോഷൻ മൂവി. ഹീറോ വരുമ്പോൾ സ്ലോ മോഷൻ, വില്ലൻ വരുമ്പോൾ സ്ലോ മോഷൻ, വണ്ടി വരുമ്പോൾ സ്ലോ മോഷൻ, ഹെലികോപ്റ്റർ വരുമ്പോൾ സ്ലോ മോഷൻ, വെടി വെക്കുമ്പോൾ സ്ലോ മോഷൻ, വെട്ടുമ്പോൾ സ്ലോ മോഷൻ, താഴെ വീഴുമ്പോൾ സ്ലോ മോഷൻ. എന്തിന്? കണ്ണാടി വെച്ചാൽ സ്ലോ മോഷൻ, ഊരിയാലും സ്ലോ മോഷൻ. അതിനെക്കാട്ടിലും വെറുപ്പിക്കാൻ വേണ്ടി കുറെ ബ്ലർ എഫക്റ്റും പിന്നെ ഏത് ആക്ഷൻ സീക്വൻസ് തുടങ്ങുന്നതിന് മുമ്പിൽ ഒരു ഡ്രോൺ ഷോട്ടും കൂടെ. നല്ലൊരു പടം. എങ്ങനെ കുറെ എഫക്റ്റുകൾ ഇട്ടുകൊണ്ട് കുളവാക്കാവുന്നത് നമുക്ക് ഈ സിനിമയുടെ ഡയറക്ഷനും കണ്ട് പഠിക്കാം. പൃഥ്വിരാജ് സുകുമാരൻ ഏട്ടാ, എന്തിനായിരുന്നു ഇത്രയും സ്ലോ മോഷനും ഇത്രയും ബ്ലർ എഫക്റ്റും ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തിനായിരുന്നു ഒരു സിനിമയുടെ ഫുൾ ലെങ്ത് 2 hours 50 minutes. അത് ഈ ആയത് കാരണം 2.5 മണിക്കൂർ കൂടുതൽ ആയത് കാരണം ഈ സ്ലോ മോഷൻ കാരണമാണ്. വെറുപ്പിച്ച് കളഞ്ഞുള്ള കാര്യം ഞാൻ തുറന്നു പറയാം. നല്ലൊരു പടമായിരുന്നു, നല്ല കോൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു, പക്ഷെ അത് അങ്ങോട്ട് ഒത്തു വന്നില്ല. ആകപ്പാടെ കുറച്ച് നേരമേ ലാലേട്ടനുള്ളൂ ആ സിനിമയ്ക്കകത്ത്. ലാലേട്ടൻ പിന്നെ ഫുൾ സിനിമയ്ക്കകത്ത് സ്ലോ മോഷനില്ല. പുള്ളി നടക്കുന്ന സ്ലോ മോഷൻ, വണ്ടി ഇറങ്ങുമ്പോൾ സ്ലോ മോഷൻ, എല്ലാ സീനുകളിലും ഫുൾ സ്ലോ മോഷനില്ല. അതോ കുറച്ച് ഡയലോഗുള്ളൂ, അതിനകത്തും ഫുൾ ഉപദേശങ്ങൾ. പിന്നെ സിനിമയ്ക്കകത്ത് ഫുൾ ലാലേട്ടനെ അങ്ങ് ഹൈപ്പ് ചെയ്തോണ്ടിരിക്കുക. അവനെല്ലാം അറിയുന്നുണ്ട്, അവനെല്ലാം കേൾക്കുന്നുണ്ട്. ഏതാണ്ട് CCTV ക്യാമറ പറയുന്ന കണക്കുണ്ട്. നീ ആരാണ്, ഹൂ ആർ യു, തും കോൻ ഹോ, ഇത് മാത്രമേ ഉള്ളൂ സിനിമയ്ക്കകത്ത്. പിന്നെ എന്തിൽ അബ്രാം ഖുറേഷി, അതെല്ലാവർക്കും അറിയായിരുന്നു. ഞാൻ ട്രെയിലർ റിയാക്ഷൻ വീഡിയോയിലും പറഞ്ഞായിരുന്നെങ്കിൽ അബ്രാം ഖുറേഷി ഒരാളാണ്, ഇത് ലാലേട്ടനാണെന്നുള്ളത്. അത് മിക്കവാറും എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ നല്ലൊരു സീക്വൻസ് പടം, ഇത്രയും ബഡ്ജറ്റ് എടുത്തിട്ട് പോയ ഒരു പടം, ഡയറക്ഷന്റെ ഒറ്റൊരു ബലത്തിലാണ് ഈ പടം നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അത്രയോടെ എത്തിയിട്ടില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. പിന്നെ ഓവർ ഹൈപ്പ്നെസ്, പൃഥ്വിരാജിന്റെ ഫുൾ ഫോക്കസ് കുറെ ക്യാമറ ആംഗിളിലും കുറെ ഡ്രോൺ ഷോട്ടുകളിലും ഓവർ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുള്ള് ഫോക്കസ് ആയിരുന്നു പുള്ളിയുടെ ഉള്ളത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ലാലേട്ടന്റെ എൻട്രൻസിൽ 3 അപ്പാച്ചെ ഹെലികോപ്റ്ററാണ് വന്നുകൊണ്ടിരിക്കുന്നത്. താഴെയാണെങ്കിൽ 5-6 നീഗ്രോകൾ. ചുരുക്കി പറഞ്ഞ അപ്പാച്ചെ ഹെലികോപ്റ്റർ പോലത്തെ ഒരു വാർ മെഷീൻ എന്ന് വെച്ചാൽ ഒരു വാർഷിപ്പിന് 5-10 സെക്കൻഡോ മതി 5-6 കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ വെടിവെച്ചുകൊണ്ടിരിക്കുക. ആദ്യം ഒരെണ്ണം ചാകുന്നു, കുറച്ച് നേരം കഴിഞ്ഞ് വേറൊരുത്തൻ ചാകുന്നു, പിന്നെ ഒരു സ്ലോ മോഷൻ ആംഗിൾ, താഴെക്കൂടെ ഒരു സ്ലോ മോഷൻ ആംഗിൾ, വേറൊരു തോക്കിന്റെ സ്ലോ മോഷൻ ആംഗിൾ. 3 അപ്പാച്ചെ ഹെലികോപ്റ്ററിന് ഇത്രയും നേരം എടുക്കുന്നുണ്ടോ? ഇത്രയും നേരം എടുക്കും ഒരു 5-6 വീഴ്ത്താൻ വേണ്ടി. അത് ഒറ്റ ഒരു റൗണ്ട് ചറന്നങ്ങ് വീഴ്ത്തും. പക്ഷേ ഇല്ല, പൃഥ്വിരാജ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആദ്യം നീ വീഴണം, പിന്നെ ഈ സ്ലോ മോഷൻ ആംഗിൾ കഴിഞ്ഞിട്ട് പിന്നെ നീ വീഴണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ഷന്റെ ആ ഒരു ചെയ്ത രീതികൾ നമ്മുടെ ഓഡിയൻസിന്റെ മൈൻഡിലൂടെ അത് ഉൾക്കൊള്ളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേണ്ടായിരുന്നല്ലോ, ഇതിന് പെട്ടെന്ന് അങ്ങ് ആകാമല്ലോ. നമ്മൾ ഹോളിവുഡ് സിനിമയൊക്കെ കാണുന്നതല്ലേ, നമ്മുടെ മനസ്സിൽ വി ആർ എ മെച്യൂർ ഓഡിയൻസ്, നമുക്കത് തോന്നും. പിന്നെ ലാലേട്ടൻ ഇറങ്ങുമ്പോൾ പിന്നെ സ്ലോ മോഷൻ ആദ്യമൊക്കെ കൂടുന്ന ഓക്കെ ശരിയാ, ആദ്യമൊക്കെ സ്ലോ മോഷൻ വേണം, അത് നമുക്ക് അറിയാൻ പറ്റും. പൃഥ്വിരാജ് ഫോക്കസ് ഈസ് എൻറ്റയർലി ഓൺ ക്യാമറ ആംഗിൾ. തീയുടെ അവിടെ കൂടി ഇങ്ങനെ ക്യാമറ സ്ലോ മോഷനിൽ പോകുന്നു, നടന്നു വരുമ്പോൾ സ്ലോ മോഷൻ, പൃഥ്വിരാജ് വരുമ്പോൾ സ്ലോ മോഷൻ, പിന്നെ ആദ്യം സ്ലോ മോഷൻ വരുന്നതിന് മുമ്പ് ഒരു ബ്ലർ എഫക്റ്റ്. എൻ്റെ പൊന്നോ, ഒരു നല്ല സിനിമ എന്തിനാ ഇങ്ങനെ കൊണ്ടുപോയി കളഞ്ഞ എൻ്റെ പൃഥ്വിരാജ് ബ്രോ. നല്ല കിടിലം പടമൊക്കെ ആയിരുന്നു, നല്ല കോൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ ആ പടത്തിനെ ഇത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഐ എം റിയലി ഡിസപ്പോയിൻറ്റഡ്. ഞാൻ കുറച്ചും പറഞ്ഞില്ല ഓവർ ഹൈപ്പ്നെസ്. ലാലേട്ടൻ വന്നിട്ട് മഞ്ജു വാര്യരെ രക്ഷിക്കുന്നുണ്ട്. എല്ലാവരെയും ഇടിച്ച് വീഴ്ത്തി, മഞ്ജു വാര്യർ കൂടെ ഉള്ളവരെ വില്ലൻ വന്നിട്ട് ഇടിച്ച് വീഴ്ത്തിയിട്ട് മഞ്ജു വാര്യരുടെ നെറ്റിയുടെ മുമ്പിൽ തോക്ക് വരുമ്പോഴാണ് ലാലേട്ടൻ എൻട്രി ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞ അത്രയും നേരം ലാലേട്ടൻ അവിടെ നിന്നും വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇതങ്ങ് ആദ്യമേ നടത്തായിരുന്നല്ലോ, അത് നമുക്ക് തോന്നും. അതോ ഇങ്ങനെ തോക്ക് പോകുമ്പോൾ അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു ലേസർ പോയിന്റ് വരുന്നത്. ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിന് ഇത്ര നേരം വെയിറ്റ് ചെയ്തു? ഒന്ന് വിളിച്ച് കൊല്ലത്തില്ലായിരുന്നോ? എല്ലാവരും ആ കൂടെ ഉള്ളവരെല്ലാം ഇങ്ങനെ അടികൊള്ളാൻ വെയിറ്റ് ചെയ്തേ. ഓവർ ഹൈപ്പ്നെസ്, ദിസ് ഈസ് കോൾഡ് ഇമ്മച്യൂർ ഡയറക്ഷൻ. മഞ്ജു വാര്യർ പിന്നെ മൊത്തം സിനിമയിൽ ഒരു എക്സ്പ്രഷനേ ഉള്ളൂ, ഇങ്ങനെ കണ്ണുകൾ പോലും വലിയ കഷ്ടിച്ച് അനങ്ങുന്നത്. ആകപ്പാടെ അനങ്ങിയ താഴത്തെ ആ ചുണ്ട് മാത്രം. ചിലപ്പോൾ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തത് കൊണ്ടായിരിക്കും. അത് നമുക്ക് ക്ലോസ് ആംഗിൾ ഫോട്ടോയിൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അത് ആ മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് സർജറി ചെയ്തതും ഒക്കെ.
ചില ക്യാരക്ടേഴ്സിനാണെങ്കിൽ അതിനകത്ത് ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ഒരു 3-4 സെക്കൻഡിന്റെ ഒരു സ്ക്രീൻ സ്പേസ് അത്രയേ ഉള്ളൂ. ആന്റണി പെരുവാമ്പൂർ പിന്നെ അതിനകത്തുണ്ട് കേട്ടോ. പുള്ളി പ്രൊഡ്യൂസ് ചെയ്തല്ലോ, പിന്നെ പുള്ളി ആക്ട് ചെയ്യാൻ എങ്ങനെ ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ thoroughly ഞാൻ ഇങ്ങനെ എടുത്തടിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ക്രിയേറ്റ് ചെയ്ത ഹൈപ്പുകളുണ്ടല്ലോ അത് വെറുതെ ആയിരുന്നു. പൃഥ്വിരാജ് ഫോക്കസ് വാസ് എൻറ്റയർലി ഓൺ ഹൈപ്പ്. അത് സിനിമയുടെ പുറത്തും നമ്മൾ കണ്ട് സിനിമ കാണുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നതുകൊണ്ട് ഫുള്ള് ഹൈപ്പ്. ഉപദേശങ്ങൾ മോഹൻലാലിന് ഇച്ചിരി കുറച്ച് റോളേ ഉള്ളൂ. മോഹൻലാലിന് ഒന്നുമില്ല. മോഹൻലാൽ വരുന്നു, മഞ്ജു വാര്യറിനെ സേവ് ചെയ്യുന്നു, സായിദിന് മറ്റേ അവൻ്റെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു, മറ്റേ പൃഥ്വിരാജിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ മോഹൻലാലിൻ്റെ പണി സിനിമയ്ക്കകത്ത്. പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ ഒന്നും മോഹൻലാൽ ഇല്ല ഇവിടെ. ലൂസിഫർ എന്നുള്ള ക്യാരക്ടർ അതിനകത്ത് ഇതായി അങ്ങ് അകന്നു പോയി ആ സിനിമയ്ക്കകത്ത്. പൃഥ്വിരാജിന്റെ വിചാരം ഈ കുറെ ഡാർക്ക് വെബ് കോൺസെപ്റ്റും ഇതൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സിനിമ കിടിലമാകുന്ന ഇല്ല. ചെറിയൊരു കാര്യം പറയാം അതിനകത്ത്. റഷ്യയുടെ ഒരു സെക്രട്ടറി വന്നിട്ട് ഒരു US സെക്യൂരിറ്റി ഓഫീസറിൽ റഷ്യയുടെ കാര്യം പറഞ്ഞു. റഷ്യയുടെ കാര്യം പറയണ്ട, വി ഹാവ് ബിഗർ ഇഷ്യൂസ് റൈറ്റ് ഹിയർ. ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്തുവാ ജേർണലിസ്റ്റിന് അറിയാം മറ്റേ സിൻഡിക്കേറ്റിന്റെ പേരുകളൊക്കെ, പക്ഷെ US സെക്യൂരിറ്റി ഓഫീഷ്യൽസ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ കുറച്ചേൽ റിയാലിറ്റി തോന്നുന്ന രീതിയിലൊക്കെ ചെയ്യണ്ടേ. കേരളത്തിൽ ഇതൊക്കെ ജേർണലിസ്റ്റിന് അറിയാം, പക്ഷെ US സെക്യൂരിറ്റി ഓഫീഷ്യൽസ് CIA ഒക്കെ അറിയത്തില്ല. ഐ മീൻ വൈ ദിസ് ഓവർ ഹൈപ്പ്നെസ്? കുറച്ചേലും ഒന്ന് റിയാലിറ്റി ഒക്കെ ഒന്ന് കാണിച്ചുകൂടെ? നിങ്ങൾ പടം കണ്ടു നോക്ക്. ഞാൻ പറഞ്ഞ സ്ലോ മോഷനെ ഒന്ന് അത് കണ്ടു നോക്ക്. ഈ കാണിച്ച ഓവർ ഹൈപ്പ്നെസ് ഒന്നുമില്ല. 5ൽ 2.5 സ്റ്റാർസേ ഞാൻ കൊടുക്കും ഈ പടത്തിന്. പ്രത്യേകിച്ച് ലാലേട്ടൻ ഒരു റോളും ഇല്ല ഇതിനകത്ത്. കുറച്ചു നേരം അത് വരുമ്പോഴും ഉപദേശം മാത്രം. Who are you?